തൂഷനില മുറിച്ചു വെച്ചു തുമ്പപ്പൂ ചോറു വിളമ്പി ആശിച്ച കറിയെല്ലാം നിരത്തി വെച്ചു. നിറപറ മലയാളത്തിന്റെ മഹാരുചി. സീതാമണി ഉണ്ടാക്കുന്ന സാമ്പാറിന്റെ രുചി ഗന്ധം കൊണ്ട് തന്നെ തിരിച്ചറിയാം. അത് ശരിയാ. പക്ഷെ ഈ സാമ്പാർ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? നോൺ വെജിറ്റേറിയനോ? എന്താ കുട്ടിയെ, സാമ്പാർ നോൺ വെജിറ്റേറിയനോ? അതേ താത്രേമ്മേ, കൃത്രിമ സ്വാദിന് വേണ്ടി പല പല കൊഴുപ്പുകളും ചേർത്ത സാമ്പാർ പൊടികളാ മാർക്കറ്റിൽ നിറയെ. ശിവ ശിവ, കുട്ടി പറഞ്ഞതില് കാര്യണ്ട്. പക്ഷെ ഈ സാമ്പാർ പണ്ട് ഞങ്ങള് മുത്തശ്ശിമാർ അമ്മയിൽ അരച്ചുണ്ടാക്കണ സാമ്പാർ പോലെ തന്നെയാ. ഉയർന്ന തരം കറിക്കൂട്ടുകള് കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച് പൊട്ടിച്ചുണ്ടാക്കണ സാമ്പാറായത്. ഇതിൽ ആരോഗ്യത്തിന് ഹാനികരായ നോൺ വെജിറ്റേറിയൻ കൊഴുപ്പോ കലർപ്പോ ഒന്നുമില്ല. ഏതില്ലത്തും വിശ്വാസത്തോടെ കേറ്റാവുന്നതും മതിയാവോളും കൂട്ടാവുന്നതുമായ സാമ്പാർ അല്ലേ സീതാമണി? അപ്പൊ ഏതായി സാമ്പാറ്? നിറപറ സാമ്പാർ. അതിലെന്താ അത്ര സംശയം? അതന്നെ, നിറപറ സാമ്പാർ. നല്ല ശുദ്ധ വെജിറ്റേറിയൻ സാമ്പാർ. വെജിറ്റേറിയൻ ആയിട്ടും കൊളസ്ട്രോൾ കുറയാത്തതിന്റെ കാര്യം ഇപ്പൊ പിടിയിട്ടില്ലോ. കടകളിൽ കാണാൻ ഏതെങ്കിലും ഒന്നല്ലാതെ നിറപറ സാമ്പാർ പൊടി തന്നെ ചോദിച്ചു മേടിച്ച് ഉപയോഗിച്ചു തുടങ്ങിക്കൊള്ളുക. മുത്തശ്ശിയുടെ ടെക്നിക്ക് ഇപ്പൊ എനിക്ക് പിടികിട്ടി. നിറപറ സാമ്പാർ, നല്ല ശുദ്ധ വെജിറ്റേറിയൻ സാമ്പാർ. വെണ്ണില ചന്ദന കിണ്ണം, അരികൊന്നും പൊട്ടാതെ കൊലിസിട്ട പോലത്തെ പാലപ്പം നീ എങ്ങനെ ഒപ്പിച്ചെടുത്തു? നീ കഴിക്കും മോളെ. എന്നാലും ഇടിയപ്പത്തിനും പാലപ്പത്തിനും ഒക്കെ എങ്ങനെ ഇത്ര ടേസ്റ്റ്? ഒന്ന് പറഞ്ഞതാടി. ആ, ഞാൻ വീട്ടിലേക്ക് തന്നുവിടാ. അതിന് ഞാനിത് ബാക്കി വെച്ചിട്ട് വേണ്ടേ? അപ്പം തന്നുവിടുന്ന കാര്യമല്ലടി, നല്ല നാടൻ അപ്പം ഉണ്ടാക്കാനുള്ള ടെക്നോളജി. നിറപറ നല്ല നാടനപ്പം. എന്ത് മയം, എന്താ സ്വാദ്. നിറപറയുടെ കണ്ണിമാങ്ങ അച്ചാർ. വെളുത്തുള്ളി, നെല്ലിക്ക, നാരങ്ങ, അങ്ങനെ 33 തരം അച്ചാറുകൾ. നമ്മുടെ മുത്തശ്ശിമാർ പണ്ടുണ്ടാക്കിയിരുന്ന നാടൻ അച്ചാറുകളുടെ കൈപുണ്യം നിറപറ ഈ കുപ്പികളിൽ നിറച്ചിരിക്കുക. നിറപറ അച്ചാർ, വായിൽ കപ്പലോടും. മഞ്ഞപ്പൊടിയും മഞ്ഞൾപ്പൊടിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നിറപറയുടേത് വെറും മഞ്ഞ നിറത്തിലുള്ള പൊടിയല്ല, നല്ല നാടൻ മഞ്ഞൾ പൊടിച്ചുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടി. ഇനി മഞ്ഞപ്പൊടിയെന്നല്ല, നിറപറ മഞ്ഞൾപ്പൊടി എന്ന് ചോദിച്ചു വാങ്ങുക. കേരളത്തിലെ വീട്ടമ്മമാർക്ക് ഞാൻ ഗ്യാരണ്ടി തരാം. സാധാരണ മുളകുപൊടി 2 സ്പൂൺ ഇടുന്നതിന് പകരം നിറപറയുടെ മുളകുപൊടി 1 സ്പൂൺ ഇട്ടാ മതി. ഏറ്റവും ഉയർന്ന തരം മുളക് പൊടിക്കുന്നതുകൊണ്ട് എന്താ കളറ്! സാധാരണ മുളക് പൊടികൾ പോലെ വെറും പുകച്ചലല്ല, നല്ല നാടൻ എരിവും രുചിയും. നിറപറ മുളക് പൊടി, എന്താ എരി! അവൻ US അടുത്ത ആഴ്ച എത്തും. മോളെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടായി. ഈ ഫിഷ് കറിയും എങ്ങനെ ഇത്ര ടേസ്റ്റ് ആയിട്ട് ഈ മീൻകറി വെച്ചത്? അത് പിന്നെ അത് മീൻകറിയുടെ ടേസ്റ്റ് എങ്ങനെയാന്നൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നല്ലയോ. കടയിൽ നിന്ന് നിറപറയുടെ മീൻകറി മസാല തന്നെ ചോദിച്ചു വാങ്ങുക. എന്നിട്ട് നല്ല കുടംപുളിയോ മാങ്ങയോ ഒക്കെ ഇട്ട് മീൻകറി വെച്ചാ അതിന്റെ ഒരു ടേസ്റ്റും മണമൊന്നും മറ്റൊരു മസാലയ്ക്കും ഇല്ലെന്നേ. അല്ലോടി? അല്ല മോള്? ഞാൻ കൂട്ടുകാരിയാ. ആന്റിമാര് കഴിക്ക്. ഇനിയെങ്കിലും മീൻകറി വെക്കാനൊന്ന് പഠിക്കടി. നിറപറ ഫിഷ് മസാല, നല്ല തറവാടി മീൻകറി. ഞാനിപ്പോ നിൽക്കുന്നത് ഒരു സ്പെഷ്യൽ നാടൻ പുട്ടുകടയിലാണ്. 12 തരം പുട്ടുകളുടെ രുചി വൈവിധ്യങ്ങൾ തേടി 100 ആളുകളാണ് ഇവിടെ ദിവസവും വന്നു പോകുന്നത്. എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ പുട്ടിന്റെ സീക്രട്ട്? അങ്ങനെയൊന്നുമില്ല. ഈ കട തുടങ്ങിയ കാലം തൊട്ടേ നിറപറയുടെ പുട്ടുപൊടി മാത്രം ഉപയോഗിക്കാറുള്ളൂ. നിറപറയാവുമ്പോ അവരരിയുടെ ആൾക്കാരല്ലേ, എന്നും ഒരേപോലത്തെ അരി പൊടിച്ചുണ്ടാക്കണ പുട്ടായോണ്ട് ആ നാടൻ രുചി അങ്ങോട്ട് മാറില്ല. അതെന്ന് നിറപറ നല്ല നാടൻ പുട്ട്, എന്ത് മയം, എന്താ സ്വാദ്. നല്ലോണം പൊടി കുഴച്ചങ്ങോട്ട് വേവിച്ചുണ്ടാക്കിയ കഴിക്കാനേ ആളുകൾ പേർഷ്യന്ന് വരും. തേങ്ങ അരച്ചു വെക്കുന്ന നല്ല നാടൻ ചിക്കൻ കറി ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടാ. പണ്ടൊന്നും ഞാൻ നോക്കിയിരുന്നില്ല. കടയിൽ നിന്ന് ഏതെങ്കിലും ചിക്കൻ കറി മസാല വാങ്ങുമായിരുന്നു. ടിവിയിൽ കുക്കറി ഷോ ചെയ്യുന്ന ലക്ഷ്മി ചേച്ചിയില്ലേ, ഒരിക്കൽ എന്നോട് പറഞ്ഞു, ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നിറപറ ചിക്കൻ കറി മസാല തന്നെ ഉപയോഗിക്കണം. നിറപറയാണെങ്കിൽ കറുകാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക തുടങ്ങി ഒരു മസാലക്കൂട്ടിന്റെയും രുചി മുഴച്ചു നിൽക്കില്ല. ഇന്നത്തെ രുചി എന്നും ഉണ്ടാകും. നല്ല നാച്ചുറൽ ടേസ്റ്റാ. ഞാൻ ഉപയോഗിച്ചിരുന്ന ചിക്കൻ കറി മസാല അപ്പോഴേ മാറ്റി. എനിക്കൊന്നേ പറയാനുള്ളൂ, ചിക്കൻ കറി നല്ല അസലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ നിറപറയുടെ ചിക്കൻ കറി മസാല അടുക്കളയിൽ ഉണ്ടാവണം. അപ്പൊ ആരും ഒന്ന് മൂളും.
എന്റെ എല്ലാം എല്ലാം നിറപറ ചിക്കൻ കറി മസാല, നല്ല നാടൻ ചിക്കൻ കറി. നിങ്ങൾ വീട്ടിൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് വല്ലപ്പോഴും അല്ലേ? പക്ഷെ ഒരൊറ്റ തവണ നിറപറ ചില്ലി ചിക്കൻ മസാല ഉപയോഗിച്ചാൽ പിന്നെ നിങ്ങൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കും. വല്ലപ്പോഴും അല്ല, എപ്പോഴും. നിറപറ ചില്ലി ചിക്കൻ മസാല. വല്ലപ്പോഴും അല്ല, എപ്പോഴും. 14 മാനത്തോ എന്ന് മൊഞ്ചുള്ള പത്തിരിയാന്നിച്ച് നോക്കുന്ന്. നല്ല മൊഞ്ചത്തി പത്തിരി ഉമ്മ. ഇങ്ങനത്തെ മൊഞ്ചത്തി പത്രിയുടെ ഗുഡൻസ് എന്താന്നറിയോ എനക്ക്? നിറപറ, നമ്മുടെ നിറപറാന്ന്. നിറപറ നല്ല നാടൻ പത്തിരി. എന്ത് മയം, എന്താ സ്വാദ്.